വെൽക്കം ടു മല്ലുക്യൂളർ. അപ്പം മല്ലുക്യൂളർ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്റ്റീവാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ദിവസം കറണ്ടൊക്കെ പോയി, അതാണ് വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റോപ്പായി പോയത്. എനിവേ, ലെറ്റ്സ് ബാക്ക് ടു ദ ടോപ്പിക്. ഫസ്റ്റ് തന്നെ നമുക്ക് ഗോൾ കീപ്പർമാരുടെ സൈഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത് സെസനിനെ കുറിച്ചാണ്. സെസനിനെ കുറിച്ച് നമുക്കറിയാം, റിട്ടയർമെൻറ്റിന് ശേഷം ടീമിലേക്ക് വന്നു. ആള് ടീമിലൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറി. ടോപ്പ് പെർഫോമൻസസ് ടീമിന് വേണ്ടി ഡെലിവർ ചെയ്തു. പല സമയത്തും സെസനി ക്ലച്ചായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ദ സീസൺ കണ്ടതാണ്. അപ്പം സെസനി ഒരു വർഷം കൂടി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള ന്യൂസ് പുറത്ത് വരുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളൊരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആളെ കൊണ്ട് ഒരു വർഷം കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണം എന്നാണ്. ജസ്റ്റ് ഒരു വർഷം കൂടി. അപ്പം ആള് അടുത്ത വർഷം മുതൽ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവണോ വേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പം ആള് ഒരു വർഷം കൂടി ടീമിൽ നിന്ന് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ജസ്റ്റ് ഒന്ന് യാഥാർത്ഥ്യമാവട്ടെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു പ്ലെയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് ഇനാക്കി പെനയാണ്. അപ്പോൾ ഇനാക്കി പെനനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. ആൾക്ക് ഇനിയും ഒരുപാട് കാലം ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സീസണിൽ ടെർ സ്റ്റെഗൻ ഇഞ്ചറിക്ക് ശേഷം ടെക് സ്റ്റാർട്ടർ ആവുന്നവരെ ഒരുപാട് മത്സരങ്ങളിൽ ഇനാക്കി പെന കളിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ആളുടെ പെർഫോമൻസ് പേഴ്സണലി എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ആള് നല്ല പൊട്ടൻഷ്യലുള്ള, ഇനിയും ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളാണ്. പക്ഷേ ആൾക്ക് ബാഴ്സയിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതാണ്. സോ ആൾ ഈ വർഷം ക്ലബ്ബ് വിടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. 100% എനിക്ക് തോന്നുന്നത് ആൾ ക്ലബ്ബ് വിടും. ആൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഡിമാൻഡുമായിട്ട് മറ്റ് ക്ലബ്ബുകൾ രംഗത്ത് വരും, സംശയമില്ലാത്ത കാര്യമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ അതാണ് ഇനാക്കി പെനൻ്റെ കാര്യം. ആൾക്ക് ബാഴ്സയിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതാണ്. സോ സെസൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പെനൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തായിട്ട് പറയാനുള്ളതാണ് ടെർ സ്റ്റെഗൻ്റെ കാര്യം. അപ്പോൾ ടെർ സ്റ്റെഗൻ്റെ കാര്യമാണ് ഇപ്പം എക്സിലൊക്കെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് അല്ലെങ്കിൽ ട്രോളായിട്ടൊക്കെ നിൽക്കുന്നത്. ടെർ സ്റ്റെഗൻ ഔട്ട് എന്നുള്ള ആ ഒരു #, ട്വിറ്ററിൽ ട്രെൻഡിങ് ആണ്. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ടെർ സ്റ്റെഗനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ടെർ സ്റ്റെഗനെ കുറിച്ചും ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെർ സ്റ്റെഗൻ നല്ലൊരു ഗോൾ കീപ്പർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിർണായക മത്സരങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു ക്ലച്ച് പ്ലെയറായി മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മത്സരത്തിൽ 2 ഗോൾ വഴങ്ങിയിട്ട്, ഈസിലി സേവ് ചെയ്യാൻ പറ്റുന്ന 2-3 ഗോളുകൾ വഴങ്ങിയിട്ട് പിന്നെ ഒരു ബിഗ് സേവ് നടത്തിയോണ്ട് കാര്യമില്ല. ആ വഴങ്ങിയ ഗോളുകൾ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മൾ ഈ കോർട്ടുവനെ പോലത്തൊക്കെ പ്ലെയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. എത്ര മത്സരങ്ങളാണ് കോർട്ടുവ ഒറ്റയ്ക്ക് ഡിഫൻസൊക്കെ താറുമാറായി പോകുന്ന സമയത്തും കോർട്ടുവ എത്ര മത്സരങ്ങളിലാണ് ഒറ്റയ്ക്ക് റയലിനെ ജയിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഗോൾ കീപ്പറാണ് വേണ്ടത്. അപ്പോൾ ടെർ സ്റ്റെഗൻ പലപ്പോഴും നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്. ക്രൂഷ്യൽ പെർഫോമൻസ് ഒക്കെ പലപ്പോഴും ഡെലിവർ ചെയ്തിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ലെവലിൽ പെർഫോം ചെയ്യാനോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് വിളിച്ച പോലെ ആ ഒരു സ്പൈഡർമാൻ അങ്ങനെ ഒന്നുകൂടി നമുക്ക് അങ്ങനെ വിളിക്കാനോ എന്നുള്ളൊരു ഇതൊന്നും ഇനി ടെർ സ്റ്റെഗൻ തരൂല. ടെർ സ്റ്റെഗൻ്റെ ആ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ടെർ സ്റ്റെഗൻ ഇത് ലീവ് ചെയ്യേണ്ട സമയമാണ്. ഈ ഒരു സീസൺ എങ്ങനെയായാലും നമ്മൾ ടെർ സ്റ്റെഗനെ ഓഫ്ലോഡ് ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യം, ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പോൾ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാളുടെ വേജാണ്. ആൾ പോയി കഴിഞ്ഞാൽ അത്രയും വേജ് നമുക്കവിടെ കുറഞ്ഞു കിട്ടും. ബാക്കിയുള്ള പ്ലെയേഴ്സിനെ നമുക്ക് അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെർ സ്റ്റെഗനെ ഇനി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ പാടാണ്. പിന്നെ ടെർ സ്റ്റെഗൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പുതിയൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും. സോ ടെർ സ്റ്റെഗനെ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു പുതിയൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ആളുടെ ട്രോളുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ട്രോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു ഓൾമോസ്റ്റ് 2015 ശേഷമൊക്കെ സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവാണ്. സോ ആര് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആര് എന്ത് സുഖമില്ലാത്ത പരിപാടി ചെയ്ത് കഴിഞ്ഞാലും ട്രോള് കിട്ടും. അതങ്ങനെയാണ്, എല്ലാ പ്ലേയേഴ്സിനും കിട്ടുന്നുണ്ട്. അത് ടെർ സ്റ്റെഗനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടെർ സ്റ്റെഗൻ്റെ 82 മിനിറ്റുള്ള ക്ലിപ്പൊക്കെ ഉണ്ട് മിസ്റ്റേക്കുകളുടെ. സോ എന്താ പറയുക, ട്രോളുകൾ കിട്ടും, നമുക്ക് ട്രോളെന്നൊക്കെ അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ അതൊന്നും ഒരു പരിധി വിടാതിരിക്കട്ടെ എന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. എനിവേ, അതാണ് ടെർ സ്റ്റെഗനെ കുറിച്ച് പറയാനുള്ളത്. ടെർ സ്റ്റെഗൻ ഇനി ബാഴ്സയിൽ ഒരു ഫ്യൂച്ചർ ഇല്ല. ആൾക്ക് വേണ്ടിയിട്ട് വേറൊരു ക്ലബ്സും അപ്രോച്ച് ചെയ്തും കാണുന്നില്ല. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.
വേറൊരു ക്ലബ്സും ആർക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തും കാണുന്നില്ല. സൗദിയിൽ നിന്ന് ഓഫർ വരും. സൗദി പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അവർ ഓഫർ കൊടുക്കും, അത് നോക്കണ്ട. യൂറോപ്പിൽ നിന്ന് ഒരു ടോപ്പ് ക്ലബ്ബും ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ടെർ സ്റ്റെഗന് വേണ്ടിയിട്ട് ഒരു ഓഫറുമായിട്ട്, ഒരു ചെറിയ ഓഫറായിട്ടെങ്കിലും മുന്നോട്ട് വരുന്നില്ല. സോ അതാണ് ടെർ സ്റ്റെഗൻ്റെ കേസ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ടെർ സ്റ്റെഗൻ റീസെൻറ്റ് ടൈംസിലൊക്കെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ചിലപ്പം ടെർ സ്റ്റെഗനെ പോലത്തെ ഒരു ഗോൾ കീപ്പർ പോസ്റ്റിന് മുന്നിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം സെസനിനെ പോലത്തെ ഒരു ഗോൾ കീപ്പർ വന്നിട്ട് കുറച്ച് സേവുകൾ നടത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ഈ സെസനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടോപ്പ് ക്ലാസ് കോർട്ടോ ലെവലിലുള്ള ആളൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇത്ര കാലം അവിടെ ടെർ സ്റ്റെഗൻ ഉണ്ടായിരുന്നു. അവിടേക്ക് സെസനി വന്നിട്ട് സെസനി ഒരു ബെറ്റർ പെർഫോമൻസ് ഡെലിവർ ചെയ്യുമ്പോഴേക്കും, ബെറ്റർ പെർഫോമൻസ് അല്ല, ടോപ്പ് പെർഫോമൻസ് ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്ര കാലം ഈ ചങ്ങായിൻ്റെ കളി കണ്ടിട്ട് സെസനിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുകയാണ്. ചിലപ്പോൾ ഈ ഒരു കളിയൊക്കെ ഇപ്പോൾ സെസനി നമുക്ക് വേണ്ടി പുറത്തെടുത്ത പെർഫോമൻസ് ഒക്കെ പോയി റയലിലാണ് പുറത്തെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല, കാരണം അവിടെ കോർട്ട് വർക്ക് ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ എന്താ പറയുക, ടെർ സ്റ്റെഗൻ്റെ അടുത്ത് സെസനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് അങ്ങോട്ട് ഫീൽ ചെയ്യുകയാണ്. അയാൾ സേവുകൾ നടത്തുമ്പോഴും പല മാച്ചിലും നമ്മൾ അങ്ങോട്ട് ജയിപ്പിക്കുമ്പോഴും ക്രൂഷ്യൽ സേവുകൾ നടത്തുന്ന സമയത്തൊക്കെ. സോ അതാണ് ആ ഒരു കേസിൽ പറയാനുള്ളത്. പിന്നെ അസ്ട്രലാഗയാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീസണിൽ ജോൻ ഗാർഷ്യനെ പോയിട്ട് എങ്ങനെയും സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ജോൻ ഗാർഷ്യനെ പോയി സൈൻ ചെയ്തിട്ട് ടെർ സ്റ്റെഗനെ പറഞ്ഞയച്ചിട്ട് ജോൻ ഗാർഷ്യനെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട്, സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് സെസനി ആൻഡ് തേർഡ് ചോയ്സ് ആയിട്ട് അസ്ട്രലാഗനെ വെക്കുക. ഈ ഒരു സ്കീമാണ് പേഴ്സണലി എനിക്ക് നന്നാവും എന്ന് തോന്നുന്നത്. സെസനിക്ക് എന്തായാലും ഫസ്റ്റ് ടീം ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ള വാശിയൊന്നും കാണൂല. അപ്പോൾ ആൾക്ക് അവിടെ ജോൻ ഗാർഷ്യനെ മെൻറ്റർ ചെയ്യാനും അസ്ട്രലാഗനെ മെൻറ്റർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇനി എന്തെങ്കിലും ഇഞ്ചുറി ഇഷ്യൂസ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് സെസനിനെ ഇറക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ എന്തായാലും എസ്പാനിയോളിൻ്റെ ജോൻ ഗാർഷ്യനെ പോയിട്ട് സൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസുകൾ പ്രകാരം 25 മില്യൺ പൗണ്ട്സ് ആണ്, 25 മില്യൺ യൂറോസ് ആണ് അവർക്ക് വേണ്ടത്, എസ്പാനിയോളിന് വേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്ലെയറിനെ റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ വേറെ നെഗോസിയേഷനുള്ള വകുപ്പൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. സോ പൈസ കൊടുക്കുക, സൈൻ ചെയ്യുക, അതാണിപ്പോൾ ബാഴ്സ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. 85 മില്യൺ ലൂയിസ് ദിയാസിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഒരു 25 മില്യൺ നമ്മളിവിടെ എന്തായാലും ജോൻ ഗാർഷ്യൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസുകൾ പ്രകാരം കേൾക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു വിമുഖത ഇല്ല ബാഴ്സയിലേക്ക് വരാൻ എന്നുള്ളതാണ്. അറിയാം, ആൾ എസ്പാനിയോളിൻ്റെ ഫാൻ ഫേവറേറ്റ് ആണ്. എസ്പാനിയോൾ നമ്മളുടെ സിറ്റി റൈവൽസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പ്ലെയർ വില്ലിങ് ആവും, നല്ല ഓഫർ നമ്മൾ ആളുടെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ആണെങ്കിൽ ആൾ ബാഴ്സയിലേക്ക് ജോയിൻ ചെയ്യാൻ വില്ലിങ് ആവും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. വില്ലിങ് ആവട്ടെ. സോ ആ ഒരു സൈനിങ് നമുക്ക് എന്തായാലും വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സീസണിൽ ജോൻ ഗാർഷ്യനത്തെ പോലെ ഒരു പ്ലെയറിനെ ഫസ്റ്റ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഗാർഷ്യൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ലാലിഗയിൽ കണ്ടിട്ടുള്ളതാണ്. ആൾ ഓൺ ദ ബോൾ അത്യാവശ്യം സൂപ്പറാണ്, നല്ല റിഫ്ലക്സ് ഉള്ള പ്ലെയറാണ്, ആളൊരു കിടിലൻ ഷോട്ട് സ്റ്റോപ്പറാണ്, ഗെയിം ചേഞ്ചർ ആവാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പറാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പറാണ്. സോ ജോൻ ഗാർഷ്യനെ അറ്റ് എനി കോസ്റ്റ് ബാഴ്സ പോയിട്ട് കൺവിൻസ് ചെയ്യുക, സൈൻ ചെയ്യുക, ടീമിലേക്ക് കൊണ്ടുവരിക, നെക്സ്റ്റ് സീസണിൽ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.